അഡിയോസ് അമിഗോ. ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഗുഡ് ബൈ ഫ്രണ്ട്. സോ സിനിമ എങ്ങനെയുണ്ടായിരുന്നു ചോദിച്ചാൽ ഒരു അടിപൊളി പടം. എനിക്ക് നല്ല രീതിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു. ഒരു നൈസ് മൂവി ആയിരുന്നു. നമ്മൾ ഈ സിനിമ കണ്ട് തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ മനസ്സൊക്കെ നിറഞ്ഞ് നമ്മൾ പുറത്തു വരത്തില്ലേ, ആ ഒരു ഫീൽ ആയിരുന്നു എനിക്ക്. നല്ല രീതിക്ക് പ്ലേസ് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സും നല്ലൊരു സ്റ്റോറി ടെല്ലിങ്ങും നല്ലൊരു പ്രസന്റേഷനും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഈ മൂവി. എടുത്തു പറയേണ്ട കാര്യം, ഈ ഒരു മൂവിയിലെ രണ്ട് ക്യാരക്ടേഴ്സും അവരുടെ പെർഫോമൻസ് ആണ്. ഒന്ന് ആസിഫിക ആൻഡ് സുരാജ് ഏട്ടൻ, രണ്ടുപേരും പൊളിച്ചടുക്കിയിട്ടുണ്ട്. കാരണം ആ രണ്ടുപേരുടെ പെർഫോമൻസ് മാത്രം മതി നമുക്ക് സിനിമ കണ്ടിരിക്കാൻ. രണ്ട് ക്യാരക്ടേഴ്സ് ആണ്, രണ്ടും എക്സ്ട്രീം പോയിന്റിൽ നിൽക്കുന്ന രണ്ട് ക്യാരക്ടേഴ്സ്. അവർ മീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അതിനുശേഷം നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് സിനിമ സംസാരിക്കുന്നത്. ഇതിന്റെ ഒരു സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ രണ്ട് ക്യാരക്ടേഴ്സ്, അതിൽ ആസിഫിക്കയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഇങ്ങനെ ഭയങ്കര വൈബൊക്കെ ആയിട്ട് ഇങ്ങനെ ഫുൾ ചിൽ മോഡിൽ നടക്കുന്ന ഒരു പയ്യനാണ്. ആൻഡ് സുരാജന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഈ ഒരു ലോവർ മിഡിൽ ക്ലാസ് ആണ്. പുള്ളിക്കാരൻ്റെ ലൈഫൊക്കെ സെറ്റിൽ ആകാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. അതിന്റെ ഇടയ്ക്ക് തന്നെ പുള്ളിക്കാരൻ ഒരു വലിയ ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ ഉണ്ട്. സോ ഇങ്ങനത്തെ രണ്ട് എക്സ്ട്രീംസിലുള്ള രണ്ട് ക്യാരക്ടേഴ്സ് ഒരു ദിവസം മീറ്റ് ചെയ്യും. പിന്നീട് നടക്കുന്ന ഇവരുടെ ലൈഫിലുള്ള ഇവന്റ്സ് ആണ് ഈ സിനിമ സംസാരിക്കുന്നത്. അപ്പോൾ എടുത്തു പറയുന്നത് തന്നെ സുരാജ് ഏട്ടന് കുറച്ച് ക്യാഷിന്റെ അത്യാവശ്യമുണ്ട്. സോ ആ ക്യാഷ് എങ്ങനെയെങ്കിലും പെട്ടെന്ന് സെറ്റ് ആകണം. ആൻഡ് ആസിഫിക എന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ മറ്റേ ചില്ലാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങി തിരിക്കുകയാണ്. ഈ ഒരു സിനിമയിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് ഔട്ട് ചെയ്ത് സംസാരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഫ്രണ്ട്ഷിപ്പും ഒന്ന് ക്യാഷും ആണ്. മണി ക്യാൻറ്റ് ബൈ ഹാപ്പിനെസ് എന്ന് പറയുന്നെങ്കിൽ പറയുന്നതിന്റെ തല നോക്കി അടിക്കണം. കാരണം ക്യാഷ് ഉള്ളവൻ ഹാപ്പിയാണ്, അതില്ലാത്തവന്റെ അവസ്ഥ അത് ഇല്ലാത്തവൻ അറിയത്തുള്ളൂ. കാരണം ഈ ലോകത്ത് എന്ത് വേണമെങ്കിലും വി നീഡ് ക്യാഷ്. ഞാൻ പറയുന്ന മറ്റേ പ്യുവർ ലവ് അല്ലെങ്കിൽ മറ്റേ സ്നേഹം അതൊന്നും അല്ല. ഈ ലോകത്ത് നമ്മൾ സർവൈവ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫാമിലി ടേക്ക് കെയർ ചെയ്യണം, നമുക്ക് അടിപൊളിയായിട്ട് ജീവിക്കണം, അല്ലെങ്കിൽ നമുക്കൊന്ന് സെറ്റിൽ ആവണം എന്നുള്ള ഒരു സിറ്റുവേഷൻ ഒക്കെ വരുമ്പോൾ വി നീഡ് ക്യാഷ് ബ്രോ. അതിന്റെ അപ്പുറത്തേക്ക് അവിടെ ഒന്നുമില്ല. അല്ലാതെ മറ്റേ മണി ക്യാൻ ബൈ ഹാപ്പിനെസ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ ഇരിക്കാനേ പറ്റത്തുള്ളൂ. ഈ ഒരു സിനിമയിൽ സുരാജന്റെ ആ ഒരു ക്യാരക്ടർ ഇങ്ങനത്തെ കുറച്ച് സിറ്റുവേഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷൻ ഒക്കെ ഫേസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ മാൻ അത് ഭയങ്കര ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റും. ആ സിനിമയിൽ സംസാരിക്കുന്ന മറ്റൊരു കാര്യം ഫ്രണ്ട്ഷിപ്പാണ്. നമ്മുടെ ഒരു വൈബിൽ പറ്റി അല്ലെങ്കിൽ നമ്മുടെ ഒരു ചിൽ മൈൻഡ് ഒക്കെ ഉള്ള ആളെ നമ്മൾ കണ്ടുപിടിക്കുന്ന നമ്മുടെ ലൈഫ് പിന്നീട് ഭയങ്കര ഹാപ്പി ആയിരിക്കും, അല്ലെങ്കിൽ നല്ല നല്ല കുറെ മൂവ്മെന്റ്സ് ഒക്കെ കിട്ടും. സോ ആ ഒരു കാര്യം ഈ സിനിമയിൽ സംസാരിക്കുന്നുണ്ട്. വളരെ നൈസ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ കോമഡീസും രണ്ട് ക്യാരക്ടേഴ്സിന്റെ ലൈഫും സംസാരിക്കുന്ന നൈസ് മൂവി തന്നെയാണ്. എൻ്റെ ഒരു മൂവി വെച്ച് സംസാരിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് വാസ് ലൈക്ക് കിടിലായിരുന്നു. അല്ല അടിപൊളിയായിട്ടാണ് ആ ക്യാരക്ടേഴ്സും അവരുടെ സിറ്റുവേഷൻസും ആ ക്യാരക്ടർ പ്രസന്റേഷനും അവരുടെ ആ സ്റ്റോറിയും അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടേഴ്സ് നമ്മളുമായിട്ടുള്ള കണക്ഷനും എല്ലാം നൈസായിട്ട് തന്നെ പോകുന്നുണ്ട്. ആൻഡ് സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ കുറച്ച് ലാഗ് ഇങ്ങനെ അടിക്കുന്ന പോലെ നമുക്ക് തോന്നും. കാരണം ഈ രണ്ട് ക്യാരക്ടേഴ്സിന്റെ ജേണി കുറച്ച് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് സംസാരിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ലാഗ് ഫീൽ ചെയ്യും. പക്ഷെ അത് മാറ്റി നിർത്തിയ എൻ്റെ മൂവി വാസ് നൈസ് ആണ്. ആൻഡ് എസ്പെഷ്യലി എടുത്തു പറയേണ്ട സിനിമയിലെ ഏറ്റവും വലിയ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് രണ്ടുപേരുടെ പെർഫോമൻസ് ആണ്. ആസിഫിക എന്ന് പറയുന്നത് ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഭയങ്കര ചില്ലായിട്ട് ഇങ്ങനെ ഫുൾ ടൈം കള്ളൊക്കെ കുടിച്ച് ഇങ്ങനെ ഫുൾ ചില്ലായിട്ട്, അതായത് എന്ത് പ്രശ്നം വന്നാലും ഐ ഡോണ്ട് കെയർ, എൻ്റെ പൈസ ഉണ്ട് ഞാൻ അങ്ങ് ഇറക്കി കളിക്കും എന്നൊരു രീതിയിൽ നിൽക്കുന്ന ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണ്. സോ ആ ഒരു ക്യാരക്ടർ മൂപ്പരുടെ ആ ഒരു ഫസ്റ്റ് ഫ്രെയിം തൊട്ട് ആ ഒരു ലാസ്റ്റ് ഫ്രെയിം വരെ മൂപ്പര് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആസിഫിക്കയെ മൊത്തത്തിൽ എടുത്ത് പറയണമെങ്കിൽ ആസിഫിക്ക മുത്താണ്. അത്ര അടിപൊളിയായിട്ട് ആ ഒരു ക്യാരക്ടർ മൂപ്പര് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് സുരാജിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഭയങ്കര ഇതിൽ കണക്ട് ആവും. ആ ഒരു ക്യാരക്ടറിന്റെ പെർഫോമൻസിനെ കുറിച്ച് പറയാനൊന്നും ഞാൻ ഒന്നുമല്ല. പക്ഷേ ഈ ഒരു സിനിമയിൽ മൂപ്പറുടെ ആ ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ, ചില നേരത്ത് അതായത് ഡയലോഗ്സ് ഒന്നുമില്ല, മൂപ്പര് ചെറിയൊരു ചിരിയൊക്കെ ചിരിക്കും, നമുക്ക് ഇങ്ങനെ കണ്ണ് നിറയും. ഞാൻ ചില സിറ്റുവേഷൻസിൽ സുരാജേട്ടൻ്റെ പെർഫോമൻസ് കണ്ടിട്ട്, അതായത് ഡയലോഗ് ഒന്നുമില്ല, മൂപ്പറുടെ ആ ബോഡി ലാംഗ്വേജും ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷനൊക്കെ കണ്ടിട്ട് ഞാനിങ്ങനെ കണ്ണ് ചേർത്തോട്ട് നിറഞ്ഞു. കാരണം അത്ര നൈസായിട്ടാണ് മൂപ്പരിൽ പെർഫോം ചെയ്തിട്ടിരിക്കുന്നത്. മൂപ്പരുടെ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരുപാട് പേര് ഫേസ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻ ആണ്. ഈ ഫിനാൻഷ്യൽ പ്രോബ്ലം ഒക്കെ വന്നിട്ട് നമുക്ക് ഒരു പോയിന്റിൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ കിളി പറഞ്ഞിരിക്കുന്ന സിറ്റുവേഷൻ വരും, എന്ത് ചെയ്യണമെന്ന് അറിയാതെ. ആ ഒരു സിറ്റുവേഷനൊക്കെ സുരാജേട്ടൻ വാസ് ലൈക്ക് ഇങ്ങനെ പൊളിച്ചടുക്കി കൈ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇതിൽ കണക്ട് ആയിട്ടുണ്ട്. ഒരു അതിഗംഭീര മൂവി അല്ലെങ്കിൽ വൺ ഓഫ് ദ കിഡിലെ മൂവി ഒന്നും ഞാൻ പറയുന്നില്ല. വളരെ നൈസ് ആയിട്ടുള്ള ഒരു ഫീൽ ഗുഡ് ഫ്രണ്ട്ഷിപ്പിനൊക്കെ സംസാരിക്കുന്ന, അല്ലെങ്കിൽ രണ്ട് ക്യാരക്ടേഴ്സിന്റെ ലൈഫിൽ നടക്കുന്ന കുറച്ച് ഇവന്റ്സ് ഒക്കെ സംസാരിക്കുന്ന ഒരു നൈസ് മൂവിയാണ്. ഈ ഒരു മൂവിയിൽ എനിക്ക് ആകെ കൂടി വർക്കാവാത്ത ഒരു പോർഷൻ എന്ന് പറയുന്ന സെക്കൻഡ് ഹാഫിൽ വരുന്ന കുറച്ച് ലാഗാണ്. കുറച്ച് സീൻസ് ഒക്കെ സെക്കൻഡ് ഹാഫിൽ ഒരു ആവശ്യമില്ലാതെ ഇങ്ങനെ വലിച്ചു കിട്ടുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടും. സോ അതൊന്നും ഇല്ലായിരുന്നെങ്കിൽ മാൻ വേറെ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു കിഡിലെ മൂവി ആയിരുന്നു തന്നെ. ഈ ഒരു മൂവിയുടെ ക്യാരക്ടർ പെർഫോമൻസ് ആയാലും സ്ക്രീൻ പ്ലേ ആയാലും ക്യാരക്ടർ പ്രസന്റേഷൻ ആയാലും ആ സ്റ്റോറി ടെല്ലിംഗ് ആയാലും എല്ലാം നൈസ് ആണ്. ആൻഡ് എസ്പെഷ്യലി സുരാജേട്ടൻ ആസിഫിക, വേറെ ഒന്നും എനിക്ക് പറയാനില്ല. കാരണം അവരുടെ രണ്ടുപേരുടെയും പെർഫോമൻസ് ഉണ്ടല്ലോ ആ ഒരു ക്യാരക്ടർ ആയിട്ടുള്ള, അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. അത്ര കിടിലായിട്ട് അവർ പെർഫോം ചെയ്തിട്ടുണ്ട്. അത്ര നൈസായിട്ട് തന്നെ ആ ഒരു ക്യാരക്ടേഴ്സ് നമുക്ക് കണക്ട് ആവുന്നുണ്ട്. ആൻഡ് ത്രൂ ദ ക്ലൈമാക്സിലോട്ട് വരുമ്പോൾ ഈ രണ്ട് ക്യാരക്ടേഴ്സ് ചിരിക്കുന്ന ഒരു പോർഷനൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര രസമാണ് കാണാനായിട്ട്. നല്ലൊരു അടിപൊളി ഫീൽ ആയിരുന്നത്. എനിക്കൊന്നും ഈ എൻ്റെ സിനിമയിൽ ഈ രണ്ട് ക്യാരക്ടേഴ്സ് ഇല്ലാത്ത ഒറ്റ ഷോട്ട് പോലും ഇല്ലാന്ന് തോന്നുന്നു. എല്ലാ സ്ഥലത്തും ഈ രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഈ ത്രൂ ഔട്ട് ദ മൂവി ഈ രണ്ടുപേരും അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ സിനിമ കണ്ട് നമ്മൾ തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ മനസ്സ് നിറഞ്ഞിട്ടാണ് നമ്മൾ പുറത്തിറങ്ങുന്നത്. സോ ആ ഒരു കാര്യത്തിൽ ഐ എം സോ ഹാപ്പി. ഫാമിലി ഫ്രണ്ട്സ് അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കായാലും പോയി കാണാനൊക്കെ പറ്റിയ അടിപൊളി മൂവി തന്നെയാണ്. സിനിമ ടോട്ടലി ഒരു ഫൺ പാക്ഡ് മൂവി എന്നൊന്നും പറയുന്നില്ല. അത്യാവശ്യം കോമഡീസും സിറ്റുവേഷൻസും ഇമോഷൻസും ക്യാരക്ടർ പെർഫോമൻസ് ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി മൂവി തന്നെയാണ്. സോ എന്തായാലും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങൾ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതോടത്ത് കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.